എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 89-ാം ദിവസം. ഓം ശ്രീ മഹാദേവിയേ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദരിയേ നമ. ഓം ശ്രീ ആദിപരാശക്തിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 81. നഖൈർനാഗസ്ത്രീണാം കരകമലസങ്കോചശശിഭിः തരൂണാം ദിവ്യാനാം ഹസത ഇവ തേ ചണ്ഡീ ചരണൗ ഫലാനി സ്വസ്തേഭ്യ കിസലയ കരാഗ്രേണ ദദതാം ദരിദ്രേഭ്യോ ഭദ്രാം ശ്രിയമനിശം ഹന്നായ ദതതൗ. നഖൈർനാഗസ്ത്രീണാം കരകമലസങ്കോചശശിഭിः തരുണാം ദിവ്യാനാം ഹസത ഇവ തേ ചണ്ഡീ ചരണൗ ഫലാനി സ്വസ്തേഭ്യ കിസലയ കരാഗ്രേണ ദതതാം ദരിദ്രേഭ്യ ഭദ്രാം ശ്രിയം അനിശം അന്നായ ദതതൗ. ഇവിടെ ദേവിയുടെ പാദങ്ങളെക്കുറിച്ചാണ് വീണ്ടും വർണ്ണിക്കുന്ന പാദവർണ്ണനയാണ്. അതോടൊപ്പം തന്നെ നഖത്തെയും വർണ്ണിക്കുന്നു. ദേവകാര്യാർത്ഥം സിംഹാതിരൂഢയായി സുംഭാദികളെ നിഗ്രഹിച്ച അല്ലയോ മഹാദേവി. ദരിദ്രന്മാർക്ക് സമ്പൂർണ്ണ ഐശ്വര്യത്തെ അതിവേഗത്തിൽ സദാ ദാനം ചെയ്യുന്ന നിന്തിരുവടിയുടെ പാദങ്ങൾ ദേവസ്ത്രീകളുടെ കരങ്ങളാകുന്ന കമലങ്ങളുടെ സങ്കോചത്തിന് ചന്ദ്രരൂപങ്ങളായ നഖങ്ങളെ കൊണ്ട് സ്വർഗത്തിലുള്ളവർക്ക് മാത്രം തളിരുകളാകുന്ന കരാഗ്രങ്ങൾ കൊണ്ട് ഫലങ്ങളെ ദാനം ചെയ്യുന്ന കൽപ്പകവൃക്ഷങ്ങളെ അപഹസിക്കുന്നു എന്ന് തോന്നുന്നു. ഇവിടെ പറഞ്ഞത് ദേവകാര്യാർത്ഥം സിംഹാതിരൂഢയായി. അപ്പം ദേവി സാധാരണ നിലയിൽ ദേവി എല്ലാവർക്കും ഐശ്വര്യം കൊടുക്കുന്ന സന്തോഷമുള്ള ദേവിയാണ്. എന്നാൽ എന്താണ്, തനിക്കെതിരെ ശത്രുക്കളോട് എങ്ങനെയാണ്? ശത്രുക്കളോട് വളരെ കോപാകുലയുമായിരിക്കും. ദേവകാര്യാർത്ഥം ദേവന്മാരുടെ കാര്യസാധ്യത്തിന് വേണ്ടി സിംഹാതിരൂഢയായി സിംഹത്തിലേറി വന്ന നിശുംഭന്മാരെ നിഗ്രഹിച്ച അല്ലയോ മഹാദേവി. ഇപ്പോൾ ഇവിടെ ദേവി ഒന്ന് വിശദീകരിച്ച് പറയുകയാണ്. ദേവകാര്യാർത്ഥം സിംഹാതിരൂഢയായി സുംഭാദികളെ നിഗ്രഹിച്ച അല്ലയോ മഹാദേവി. ദേവകാര്യത്തിന് വേണ്ടി സിംഹത്തിലാരൂഢയായി നിസുംഭാദികളെയൊക്കെ നിഗ്രഹിച്ച അല്ലയോ മഹാദേവി. ദരിദ്രന്മാർക്ക് ദേവി സമ്പൂർണ്ണ ഐശ്വര്യത്തെ അതിവേഗത്തിൽ സദാ ദാനം ചെയ്യുന്നു. ആ ദേവിയുടെ നിന്തിരുവടിയുടെ പാദങ്ങൾ ദേവസ്ത്രീകളുടെ കരങ്ങളാകുന്ന കമലങ്ങളെ സങ്കോചത്തിന് ചന്ദ്രരൂപങ്ങളായ നഖങ്ങളെ കൊണ്ട് ദേവസ്ത്രീകൾ എന്ത് ചെയ്യുന്നു? ദേവിയുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരുടെ കരങ്ങൾ കൂപ്പുന്നു. അതാണ് കരങ്ങളാകുന്ന കമലങ്ങളുടെ സങ്കോചത്തിന് ചന്ദ്രരൂപങ്ങളായ നഖങ്ങളെ കൊണ്ട് ദേവിയുടെ പാദത്തിലുള്ള നഖങ്ങൾ അതീവ വെണ്മയുള്ളതാണ്. അതിനെ ചന്ദ്രനോടാണ് ഉപമിക്കുന്നത്. കരങ്ങളാകുന്ന കമലങ്ങളുടെ, അതായത് ദേവസ്ത്രീകളുടെ കരങ്ങളാകുന്ന കമലങ്ങളുടെ സങ്കോചം എന്ന് വെച്ചാൽ കൈ കൂപ്പുന്നതിനാണ്. ചന്ദ്രരൂപങ്ങളായ നഖങ്ങളെ കൊണ്ടെന്ന് പറഞ്ഞാൽ ദേവിയുടെ നഖങ്ങൾ അതീവ വെണ്മയുള്ളതാണ്. അത് ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നതാണ്. സ്വർഗത്തിലുള്ളവർക്ക് മാത്രം തളിരുകളാകുന്ന കരാഗ്രങ്ങൾ കൊണ്ട് ഫലങ്ങളെ ദാനം ചെയ്യുന്ന കൽപ്പവൃക്ഷങ്ങളെ അപഹസിക്കുന്നു എന്ന് തോന്നും. അപ്പം സ്വർഗത്തിൽ കിട്ടുന്ന ആണ് കൽപ്പകവൃക്ഷം എന്ത് ആഗ്രഹിച്ചാലും കിട്ടും. അതെവിടെയേ ഉള്ളൂ? സ്വർഗത്തിലേ ഉള്ളൂ. അപ്പം ദേവിയുടെ സ്വർഗത്തിലുള്ളവർക്ക് മാത്രം തളിരുകളാകുന്ന കരാഗ്രങ്ങൾ കൊണ്ട്, ദേവിയുടെ തളിര് പോലെയുള്ള കരങ്ങളുടെ അഗ്രം കൊണ്ട് ഫലങ്ങളെ ദാനം ചെയ്യുന്ന കൽപ്പവൃക്ഷങ്ങളെ അപഹസിക്കുന്നു എന്ന് തോന്നും. അപ്പോൾ സ്വർഗത്തിൽ മാത്രമാണ് കൽപ്പകവൃക്ഷം ഉള്ളത്. ആ കൽപ്പകവൃക്ഷത്തോട് എന്ത് ചോദിച്ചാലും നമുക്ക് തരുമെന്നുള്ളതാണ്. ആ കൽപ്പകവൃക്ഷത്തെ പോലും പരിഹസിക്കുന്നു എന്ന് തോന്നും. എന്ത്? ദേവിയുടെ പാദങ്ങൾ. ദരിദ്രന്മാർക്കും രോഗികൾക്കും സ്വർഗത്തിലുള്ളവർക്കും അഭീഷ്ടഫലങ്ങളെ വേഗത്തിൽ ദാനം ചെയ്യുന്ന ദേവീചരണങ്ങൾ
സ്വസ്ഥന്മാർക്ക് മാത്രം ഫലങ്ങളെ കൊടുക്കുന്ന കൽപ്പകവൃക്ഷങ്ങളെ, ദേവസ്ത്രീകളുടെ കൈപ്പടങ്ങളാകുന്ന താമരപ്പൂക്കളെ കൂമ്പിക്കുന്ന നഖകാന്തി ചന്ദ്രികയാൽ ഹസിക്കുന്നുവോ എന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? ദേവി ആർക്കൊക്കെയാണ് സർവ്വ ഐശ്വര്യങ്ങളും കൊടുക്കുന്നത്? ദരിദ്രന്മാർക്കും രോഗികൾക്കും സ്വർഗത്തിലുള്ളവർക്കും അഭീഷ്ട ഫലങ്ങളെ വേഗത്തിൽ ദാനം ചെയ്യുന്നു. ദേവി ഇവിടെ എന്താ പറയുന്നത്? ദേവി ഈ ഭുവനത്തിലുള്ള എല്ലാവർക്കും, ത്രിലോകത്തിലും ദേവി എന്താണ്? ദേവി എല്ലാ അഭീഷ്ട ഫലങ്ങളെയും ദാനം ചെയ്യുന്നുണ്ട്, എല്ലാ ഫലങ്ങളും. അപ്പോൾ ഈ ത്രിലോകത്തിൻ്റെ അമ്മയാണ്. അപ്പോൾ ഈ 3 ലോകങ്ങളുടെ അമ്മയാണ്, ഈ ത്രിഭുവനത്തിൻ്റെ അമ്മയാണ് ദേവി. അപ്പോൾ അവിടെയുള്ള എല്ലാ സന്തതികൾക്കും അമ്മ എന്തു ചെയ്യും? അഭീഷ്ട ഫലങ്ങളെ വേഗത്തിൽ ദാനം ചെയ്യും. അപ്പോൾ ഇവിടെ പറയുന്നത് ദരിദ്രന്മാർക്കും രോഗികൾക്കും സ്വർഗത്തിലുള്ളവർക്കും അഭീഷ്ട ഫലങ്ങളെ വേഗത്തിൽ ദാനം ചെയ്യുന്ന ദേവീ ചരണങ്ങൾ, ദേവീപാദങ്ങളാണ് ദരിദ്രന്മാർക്കും രോഗികൾക്കും സ്വർഗത്തിലുള്ളവർക്കും ഒക്കെ അഭീഷ്ട ഫലങ്ങളെ വേഗത്തിൽ ദാനം ചെയ്യുന്നത്. സ്വസ്ഥന്മാർക്ക് മാത്രം ഫലങ്ങളെ കൊടുക്കുന്ന കൽപ്പകവൃക്ഷങ്ങളെ. അപ്പോൾ സ്വസ്ഥന്മാരെന്ന് പറഞ്ഞാൽ എന്ത് വേണം? സ്വർഗത്തിൽ ചെന്നെങ്കിലേ എവിടെ ചെല്ലാനൊക്കെ കൽപ്പവൃക്ഷങ്ങളുടെ അടുത്ത് ചെല്ലാൻ പറ്റൂ. അപ്പോൾ ദേവസ്ത്രീകൾ എന്താ ചെയ്യുന്നത്? അവർ കൈപ്പടങ്ങളാകുന്ന താമരപ്പൂക്കളെ, അപ്പം അവരുടെ കൈ കൂപ്പുമ്പോൾ ഉണ്ടാകുന്നതിനെ താമരപ്പൂക്കളെ, കൈപ്പടങ്ങളാകുന്ന താമരപ്പൂക്കളെ കൂമ്പിക്കുന്ന നഖകാന്തി ചന്ദ്രികയാൽ, എന്ന് വെച്ചാൽ നഖത്തിൻ്റെ കാന്തി, വെണ്മയുള്ള നഖത്തിൻ്റെ കാന്തി. അപ്പോൾ ഇവിടെ ആ താമരപ്പൂക്കളെ കൂമ്പിക്കുന്നുണ്ടോ? അപ്പം എന്താണ്? രാത്രിയിൽ താമരപ്പൂക്കൾ കൂമ്പുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ആരാണ്? ഈ ദേവിയുടെ പാദത്തിലെ നഖങ്ങൾ ചന്ദ്രികയെപ്പോലെ പ്രകാശിക്കുന്നു, ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നു. ആ ഒരു എന്താ പറയുന്ന ആ ഒരു തെളിച്ചം, ആ ഒരു കാന്തി, താമരപ്പൂക്കളെ കൂമ്പിക്കുന്ന നഖകാന്തി ചന്ദ്രികയാൽ ഹസിക്കുന്നുവോ എന്ന് ചോദിക്കുകയാണ്. ദേവസ്ത്രീകൾ ദേവസന്നിധിയിൽ ചെല്ലുമ്പോൾ ചെയ്യുന്ന അഞ്ജലി ബന്ധത്തെ ദേവീ ചരണ നഖചന്ദ്രങ്ങളാൽ ചെയ്യപ്പെടുന്ന കരകമല മുകളീഭാവേന വർണ്ണിച്ചിരിക്കുന്നു. അപ്പോൾ ദേവസ്ത്രീകൾ എന്താ ചെയ്യുന്നത്? ദേവീ സന്നിധിയിൽ ചെല്ലുമ്പോൾ അഞ്ജലി ബന്ധമാകുന്നു, കൈകൾ കൂപ്പുന്നു. ആ ദേവീ ചരണ നഖചന്ദ്രനാൽ ചെയ്യപ്പെടുന്ന കരകമല മുകളീഭാവേന, അതായത് കരകമലം എന്ന് വെച്ചാൽ കൈകളാകുന്ന കമലത്തിൻ്റെ ആ കൂമ്പി നിൽക്കുന്ന അല്ലെങ്കിൽ കൂപ്പി നിൽക്കുന്ന ആ കൈകളെയാണ് ഇവിടെ താമരപ്പൂവിനോടൊപ്പം സാമ്യപ്പെടുത്തിയിരിക്കുന്നത്. നഖൈർനാഗസ്ത്രീണാം കരകമല സങ്കോച ശശിഭി സ്തനൂണാം ദിവ്യാനാം ഹസദൈവതേ ചണ്ഡീ ചരണൗ ഫലാനി സ്വസ്തേഭ്യ കിസലയ കരാഗ്രേണ ദത്തതാം ദരിദ്രേഭ്യോ ഭദ്രാം ശ്രിയമനിശം അന്നായ ദത്തതൗ. എല്ലാവർക്കും മഹാദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.